ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെയും മഴക്കൊരു രക്ഷയില്ല. പാവം പിടിച്ച കോഴികളെല്ലാം കൂട്ടിൻ്റെ ഉള്ളിൽ വായിപ്പോയി. ഇല്ലെങ്കിൽ രാവിലെ ഇവരെ മേഞ്ഞിട്ടെല്ലാം വയറ് നിറഞ്ഞ് വരേണ്ട സമയമാണിപ്പം. ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പം രാവിലെ ഒരു നേരം കൊടുത്ത തീറ്റ മാത്രമേ ഉള്ളൂ. ഞാനും രാവിലെ മുതലേ ഇടി ഉണ്ടായിട്ടില്ലേ. ഇന്ന് രാവിലെ ഞാൻ തെറാപ്പിയുടെ ടൈം, അതുകൊണ്ട് രാവിലെ പോയിട്ട് ഞാനിത് ഇപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തിയതേ ഇല്ല. അപ്പം ഞാൻ വരുമ്പോഴത്തേക്ക് ഇവർ കൂട്ടിൽ വെച്ചു കൊടുത്ത തീറ്റെല്ലാം തിന്നിട്ടുണ്ടേ. ഞാൻ ഇന്ന് വെച്ചു കൊടുക്കാൻ വരെ ഉണ്ടായിട്ടില്ല. രാവിലെ വീട്ടിൽ നിന്ന് ആരും അമ്മയോ അമ്മമ്മയോ അങ്ങനെ ആരും ആണ് വെച്ചു കൊടുത്തിട്ടില്ലത്. തവിടും ചോറെല്ലാം കുഴച്ചെടുത്ത് വെച്ചിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഞാൻ വന്നപ്പാട് നോക്കി, അപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്ന അത്ര കൂട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ബാക്കിയുള്ളവരുള്ളത്. ഞാനിപ്പം വാങ്ങിച്ച പുതിയ കോഴികൾ ഇതിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് പുഴുക്കളിയൊന്നും കൊടുക്കാനും പറ്റിയിട്ടില്ല. മഴയായതുകൊണ്ട് അവരൊന്നും എടുക്കാൻ പിന്നെ ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ ഞാൻ ചെന്നാൽ പിന്നെ കുറച്ച് ഇല എന്തെങ്കിലും കൊടുക്കാമെന്ന്. ഉപ്പും ചേമ്പിൻ്റെ ഇല കൊടുക്കുന്നതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചെന്നാൽ ചായ മനസ്സിൻ്റെ ഇലയുണ്ട്, അത് കൊടുക്കാം. അത് നമ്മൾ കൂടിൻ്റെ ഈ സൈഡിലുണ്ടല്ലോ, അപ്പോൾ അത് പൊട്ടിച്ച് കൊണ്ടുവരാമെന്ന് വെച്ചിട്ട് പൊട്ടിച്ചിട്ട് മുറിച്ച് കൊടുക്കുന്നൊന്നുമില്ല. കെട്ടിത്തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവർ കൊത്തി തിന്നുന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് മുറിച്ച് കൊടുക്കുന്നില്ല. മുറിച്ച് കൊടുത്താലും ഒപ്പം ചിക്കി കളയലേയില്ല, തിന്നൽ കുറവാണ്. അതുകൊണ്ട് കെട്ടിത്തൂക്കി കൊടുക്കുന്നേലും. കെട്ടിത്തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും രാവിലെ ആകുമ്പോഴത്തേക്കെങ്കിലും അത് തീർത്ത് വെക്കും. ഇതിപ്പോൾ നല്ല മഴയായതുകൊണ്ട് എന്താ പറയുക, നനഞ്ഞിട്ടേ ഉള്ളത്, ഫുള്ളും നനച്ചിലായിട്ടേ ഉള്ളത്. എന്നാലും രണ്ട് നല്ല കമ്പ് നോക്കിയിട്ട് തന്നെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കും തോറും പിന്നെയും നല്ലോണം തഴുത്ത് വരുന്ന ഒരു എന്താ പറയുക ചെടിയാണ് കേട്ടോ. കോഴികൾ മുട്ട ഉൽപ്പാദനമെല്ലാം കൂട്ടാനും കാൽസ്യം കൂടാനെല്ലാം ഈ ഒരു ഇല കൊടുക്കുന്നത് നല്ലതാണ്. കോഴികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് ഈ ഇല കഴിക്കുന്നത് നല്ലതാണ്, നമ്മുടെ ശരീരത്തിനെല്ലാം നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇലയെല്ലാം കിട്ടുന്നവരിലുണ്ടെങ്കിൽ പാകം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേലും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേലും വേവുന്ന സമയത്ത് ചെറുതിയിൽ കുറച്ച് നേരം വേവിച്ചെടുക്കണം. എന്നെങ്കിൽ മാത്രമേ അതിനകത്ത് എന്തോ ഒരു വിഷാംശം ഉണ്ടെന്നാണ് പറയുന്നത്, അത് മാറിക്കിട്ടണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റുള്ളൊരു ഇലയാണ് കേട്ടോ. അപ്പോൾ ഇത് നേരെ പറിച്ച് കോഴിയുടെ കൂട്ടിനടുത്ത് എത്തിയിട്ടുണ്ട്. തിന്നോ ഇല്ലയോന്നൊന്നും അറിയില്ല, എന്നാലും തൂക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. ഈ മഴക്ക് വേറെ എന്ത് തീറ്റക്കാന്ന് ഇവരെ തുറന്നിളക്കുന്ന ഒരു സമയമാണ് ഇതെല്ലാം. അപ്പോൾ എന്ത് തീറ്റ കൊടുക്കാൻ കഴിയുമെന്നൊന്നും അറിയില്ല. ഇതിങ്ങനെ തിന്നുന്നുണ്ടെങ്കിൽ തിന്നിട്ട് അതിനുള്ളിൽ ഞാൻ വേറൊരു തീറ്റ ഉണ്ടാക്കി കൊടുക്കും. എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ലൊരു തീറ്റ ഉണ്ടാക്കി കൊടുക്കണം. രാവിലെ കൊടുത്ത തീറ്റയിൽ ഇവിടെ ഉണ്ടത്രേ, തിന്നുകൊണ്ടിരിക്കുന്നത്ര. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇല പൊട്ടിച്ച് കൊടുക്കാമെന്ന് വെച്ചത്. ഇനിയിപ്പോൾ തീറ്റ ഉണ്ടാക്കേണ്ടത് കുറച്ച് പണിയാണ്. അതുകൊണ്ട് ഞാൻ വെച്ചെന്നാൽ തൽക്കാലം ഈ ഇലയുടെ കിടക്കട്ട്, അങ്ങനെ വിശക്കുന്നുണ്ടെങ്കിൽ അത് കൊത്തി തിന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. മഴ കുറയുമ്പോൾ ഇളക്കി വിടാമെന്ന് വെച്ചാലും ശരിയാവില്ല. കോഴികളുടെ എണ്ണം ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഈ സമയത്താണ് എനിക്ക് നായ്ക്കളെ ശല്യം കൂടുതലായിട്ട് ഉണ്ടാവില്ല. ഇവരെവിടെയെങ്കിലും നനഞ്ഞ് കയറി നിൽക്കുമ്പോഴായിരിക്കും അവരെ ആക്രമണം. നനഞ്ഞിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇവർക്ക് രക്ഷപ്പെടാനും കഴിയൂല. അതുകൊണ്ടാണ് ഒന്നാമത് ഇവരെ ഇളക്കി വിടാത്തത് തന്നെ. ഇതാകുമ്പോൾ സേഫാണ്. തിന്നാൻ കൊണ്ട് ഇട്ട് കൊടുക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടല്ലല്ലോ. അത് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു 2-3 ദിവസത്തെ കാര്യമെല്ലാം ഉണ്ടാവില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു. ഇനി അഥവാ ന്യൂനമർദ്ദം നീണ്ടു പോകുന്നതാണെങ്കിൽ അതിനുള്ള വഴി വേറെ കണ്ടുപിടിച്ചേ മതിയാവും. ആരും വലിയ ഇൻട്രസ്റ്റ് ഒന്നും തൂക്കിയിരുത്തി കാണിക്കുന്നൊന്നുമില്ല. ആരെങ്കിലും ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നങ്ങനെ കൊത്തി കളിച്ചോളും. നോക്കാം. ഇനി എന്തായാലും വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ, തീറ്റയാവുന്നവരെ സമയമുണ്ട്. തിന്നുന്നുണ്ടെങ്കിൽ തിന്നിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കോഴികൾക്ക് വൈകുന്നേരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് കൊണ്ട് തീറ്റ ഉണ്ടാക്കാൻ പോവേന്ന് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം. അതിനുള്ള സാധനം അടുപ്പത്ത് വെച്ചിട്ടാണ് വന്നത്. കുറച്ചധികം തന്നെ വേവാനുണ്ട്. തലേനാളെ വെള്ളത്തിലിട്ട് വെച്ചതാണെങ്കിൽ നമുക്ക് ഗോതമ്പ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ കഴിയേ. രാവിലെ ഇങ്ങനെ നിർത്താണ്ട് മഴ പെയ്യുന്നു ഞാൻ വിചാരിച്ചതുമില്ല. തലേനാളെ ഗോതമ്പ് കുതിർത്തി വെക്കാനും മറന്നുപോയി. അപ്പോൾ ഇപ്പോൾ എന്നിട്ടാ ഗോതമ്പ് വെള്ളത്തിലിട്ടത്. അങ്ങനെ എടുത്ത് അടുപ്പത്ത് വെച്ചതാണേ. കുക്കർ എത്ര വിസിലടിച്ചൊന്നുമില്ലെന്നൊന്നും കണക്കില്ല. ഗോതമ്പ് ഞാനൊരു ചെറിയൊരു പാത്രത്തിൻ്റെ അളവിലിട്ടതേ ഉള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഓവറായിട്ടൊന്നും വേവിക്കലില്ല. ഈ ഒരു ചെറിയൊരു ഉടവ് അത്രേ വേവിച്ചെടുക്കലില്ലേ. നല്ല ചൂടാന്താ കുക്കർ തുറന്നതേ ഉള്ളൂ. ആവി പോകുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലേ. എടുക്കാൻ കഴിയുമോയെന്നറിയില്ല. എടുത്തൊന്ന് വേവ് കാണിച്ച് തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഭയങ്കര ചൂടാണ്, കൈ തന്നെ പൊള്ളിപ്പോന്ന്. ഇത്ര വേവേ ഞാൻ ആക്കലില്ലേ ഗോതമ്പിന്. അങ്ങനെ അമർത്തി ഞെക്കിയാൽ മാത്രമേ ഒന്ന് എന്താ പറയുക ഉടഞ്ഞ് വരുന്നില്ലൂ. അങ്ങനത്തെ പരുവത്തിലാണ് എടുക്കുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് നല്ല വൃത്തിയിൽ തണിയാൻ വേണ്ടി വെക്കണം. ഈ ഉരുളി ഞാൻ കോഴികൾക്ക് തീറ്റ ഉണ്ടാക്കുന്ന ഉരുളിയാണ് കേട്ടോ. വേനൽക്കാലത്തിൽ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് ഞാൻ പുറത്തുനിന്ന് തന്നെ വേവിച്ചെല്ലാം കൊടുക്കൽ. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ തണിയാൻ വെച്ചു. ഏകദേശം തണിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നെല്ലിൻ്റെ തവിടാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. എന്ത് തീറ്റ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചേർക്കുന്ന ഒരു കാൽസ്യം പൊടി ഉണ്ട്, ഞാൻ തന്നെ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മുട്ടത്തോട് പൊടിച്ചത്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസ് ഒന്നും കാണിച്ചു തരുന്നില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാൽസ്യം പൊടി ഉണ്ടാക്കുന്നതെല്ലാം.
എന്നെ ഇട്ടിട്ട് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. മുട്ടയുടെ തോട് പൊടിച്ചെടുത്തത് കഴുകി ഉണക്കി പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ കിട്ടും. അതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ എന്ത് തീറ്റയും വീട്ടിൽ നിന്ന് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കോഴിക്ക് കൊടുക്കുന്നത്. ഇതുപോലുള്ള സാധനങ്ങളിലും തീറ്റി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കാൽസ്യം പൊടിക്കെല്ലാം ചിലവാക്കുന്ന ഒരുപാട് പൈസ നമുക്ക് ലാഭിക്കാൻ കഴിയും. അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന കാൽസ്യം കുറവെല്ലാം നമുക്കൊരുവിധം പരിഹരിക്കാനും കഴിയും. തൂവൽ കൊത്തി തിന്നലും പരസ്പരമുള്ള കൊത്തലും പിന്നെന്താ തൂവൽ കൊഴിയലും മുട്ടയിടായികയും മുട്ടയുടെ തോടിന് ഉറപ്പില്ലായ്മയും അങ്ങനെ പല പല കാൽസ്യം പ്രശ്നങ്ങൾക്കെല്ലാം നല്ലൊരു ചിലവില്ലാത്ത പരിഹാരമാണ് ഈ മുട്ടത്തോട് പൊടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ നേരത്തെ കെട്ടിത്തൂക്കി കൊടുത്ത ചായമൻസേൻ്റെ ഇല ഈ സമയം വേണമെങ്കിലും മുറിച്ച് ഈ തീറ്റേൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കോഴികൾ മുറിച്ച് കൊടുത്ത് തിന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ തീറ്റേൻ്റെ അകത്ത് അത് ഉൾപ്പെടുത്താണ്ടിനി അങ്ങനെ കെട്ടിത്തൂക്കി കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് ചായമൻസ എന്നല്ല വേറെ എന്ത് ഇലകൾ കിട്ടിക്കഴിഞ്ഞാലും ഈ ഒരു തീറ്റേൻ്റെ അപ്പുറം ചെറുങ്ങനായി മുറിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ കഴിയുമേ. ഇല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് കൊടുത്താലും ബുദ്ധിമുട്ടൊന്നുമില്ല. കഴിക്കുമോ ഇല്ലയോ നോക്കിയിട്ട് വേണം ചെയ്യാനേ, ഒരുപാട് അങ്ങനെ ചെയ്ത് നശിപ്പിച്ച് കളയണ്ട. എൻ്റെ ഗ്രാമശ്രീ കോഴികളുണ്ടായ സമയത്തെല്ലാം എങ്ങനെ കൊടുത്താലും അവർ തിന്നും. ഇലയെല്ലാം ഞാനിങ്ങനെ ജ്യൂസ് അടിച്ചിട്ട് ഇതുപോലെ ഈ തവിടിൻ്റെ അകത്തെല്ലാം മിക്സ് ചെയ്തിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്, എന്നാലും അവർ കഴിക്കും. ഇനി കെട്ടിത്തൂക്കി വെച്ച് കൊടുത്താലും തിന്നും, അതുപോലെ മുറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലും തിന്നും. പക്ഷേ അവരെ നിന്ന് നേരെ ഓപ്പോസിറ്റാണ് ഈ നാടൻ കോഴികൾ. അവരങ്ങനെയൊന്നും തിന്നുന്നില്ല. ഞാൻ കുറേയെല്ലാം പരീക്ഷിച്ച് നോക്കി, മുറിച്ചിട്ടതും തറച്ചിട്ടതൊന്നും അവർക്ക് വേണ്ട. അപ്പോൾ തീറ്റ കുഴക്കുന്നത് കണ്ടേരേ വാതുക്കൽ വന്ന് എല്ലാവരും തമ്പടിച്ചിട്ടുണ്ടായിന്. വേണ്ട ഭയങ്കര തിരക്കൂട്ടലെന്നാണ്. അപ്പോൾ ഇവർക്കൊന്ന് തീറ്റ കൊടുത്തിട്ട് നമുക്ക് ബാക്കി തിന്നുന്ന വിശേഷങ്ങളെല്ലാം കാണിച്ചു തരാം. ഒരു പാത്രത്തിലാക്കി തിന്നാൻ കഴിയാത്തത് കൊണ്ട് ഇത് 2 പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ടേ. എന്നാലും പരിധി എടുക്കുകയാണ്. തവിടിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ഗോതമ്പ് മാത്രം എങ്ങനെയാണ് ഞാൻ ഉള്ളിൽ തിന്നണ്ടേന്നില്ലെങ്കിൽ പരിധി എടുക്കുകയാണ്. ഇവരെ ഒരു സൂത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും അതല്ല എൻ്റെ ഗ്രാമശ്രീ കോഴികളാണേന് ഒറ്റയടിക്ക് ഇപ്പോൾ തീർത്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇതാ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണേ. വേണ്ട നല്ല കാലാവസ്ഥ തന്നെ ഒരു മൂടിക്കെട്ടാണ് കയ്യിൽ. ഈ സൈഡ് നിന്നിട്ടാ നമ്മ ചായമൻസേൻ്റെ ഇല പറിച്ചത്. കൂടിൻ്റെ ഈ സൈഡ് തന്നെയാണ് തൈ വരുന്നത്. കൂട്ടിൽ കൊണ്ട് തൂക്കിയിട്ടതിൻ്റെ താഴ്ഭാഗത്തെല്ലാം കൊത്തിയിട്ടുണ്ട്. രാവിലെ ആകുമ്പോഴത്തേക്ക് ലെവലാക്കി വെക്കുമായിരിക്കും. താഴത്തെ ഇലയെല്ലാം കുറേയെല്ലാം തറച്ച് മുറിച്ചെല്ലാം തിന്നിട്ട് കാണുന്നുണ്ട്. നിലത്തൊന്നും ഇട്ടിട്ടൊന്നുമില്ല, വേസ്റ്റായി കളഞ്ഞിട്ടൊന്നുമില്ല, എല്ലാം തിന്നേയും തോന്നും. മഴ പോകുന്നവരെ ഇത് സഹിച്ചേ പറ്റൂ, ഈ കൂട്ടിലുള്ള നടപ്പും ഇരിപ്പും. അപ്പോൾ മഴ പോകുന്നവരെ സഹിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളെ ഇതുപോലെ എണ്ണത്തിൽ കാണാനുണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ പുറത്തേക്ക് വിടാത്തത്. എന്നോടൊന്നും തോന്നരുത്. അതുപോലെ ഇന്ന് കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു പ്രോട്ടീൻ തീറ്റ അത് എനിക്ക് കൊടുക്കാനും പറ്റിയിട്ടില്ല. പുഴുക്കളി എടുത്ത് കൊടുക്കാമെന്ന് വെച്ചാൽ അത് ഇന്ന് എന്തായാലും കഴിയൂല. മഴയായതുകൊണ്ട് എന്താ പറയുക, പുഴുവിനുള്ളിൽ കൊണ്ടുവച്ച് കൊടുക്കൽ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ ആ തീറ്റ മതി, വേറെ ഒന്നും കൊടുത്തിട്ടാലും വേണ്ടില്ല. അങ്ങനെ ഒരുപാടുണ്ടാകും കൊടുക്കാൻ. 2-3 നേരം കൊടുത്താലും പുഴുക്കൾ ഇഷ്ടം പോലെ അതിനകത്ത് ഉണ്ടാവുന്നുണ്ട്. പിന്നെ കൊടുക്കാനുള്ള നിർവാഹം ഇല്ലാത്തത് കൊണ്ട് ഇത് തിന്നേ പറ്റൂ, വേറെ വഴിയില്ല. മഴ പോകുന്നത് വരെ ഇനി അതിനെടുക്കാൻ കഴിയുമെന്ന് തന്നെ അറിയില്ല. പിന്നെ ഒരു മഴ കുറഞ്ഞ സമയം നോക്കി എടുത്ത് വെച്ചിട്ട് എനിക്ക് കൊടുത്ത് നോക്കണം. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ ഒരു തീറ്റയും വിശേഷവും കാര്യങ്ങളെല്ലാം. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഇല്ല സ്വാതന്ത്ര്യം പോയി കിട്ടും. ഈ കൂടിൻ്റെ ഉള്ളിൽ സ്വാതന്ത്ര്യം ഇല്ല എന്നല്ല, നല്ല വിസ്താരം പോലെയുള്ള കൂടാന്ന് എങ്ങനെ വേണമെങ്കിലും നടക്കാം. പക്ഷേ പുറത്തിറങ്ങി വിട്ടിട്ടുള്ള ഒരു എന്താ പറയുക, മേഞ്ഞ് നടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്വാതന്ത്ര്യം എന്തായാലും ഈ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടൂലെന്ന് എനക്കും നന്നായിട്ട് അറിയാം, ഇവർക്കും അറിയാം. പിന്നെ എന്താ, മഴ പോകുന്നവരെ സഹിച്ചേ പറ്റൂ. നായ്ക്കൾ ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്നത് അതുകൊണ്ടാണ്. റിലേ കളിക്കും പോലെയാണ് മുമ്പൊരിക്കൽ എൻ്റെ കോഴീനെ കൊണ്ടുപോയത്. ഒരു നായ് കടിച്ചെടുത്തിട്ട് ഓടി പകുതിക്ക് കൊണ്ട് വെച്ചു കൊടുത്തിട്ട് ആടുന്ന് മറ്റേ നായ് കടിച്ചെടുത്തിട്ട് ഓടിയതിന് ബാക്കിലേക്കൂടെ ഓടിയിട്ട് വരെ നമുക്ക് എത്തിയിട്ടില്ല. എന്നാൽ നായ് കടിച്ച കോഴിന് എന്തിനാന്നല്ല, എന്നാലും തിന്നാൻ കൊടുക്കൂല എന്ന് വെച്ചിട്ട് തന്നെ ഓടിയതാണ്. പക്ഷെ എന്നിട്ടും കിട്ടിയിട്ടില്ല. ഒരാൾ ഓടി അടുത്താളെ കൈമ കൊണ്ട് കൊടുത്ത് അവരെ ആടന്ന് പിടിച്ചിട്ട് ഓടുകയതിന്. ഈ ഇരുട്ടുമൂടിയ കാലാവസ്ഥയിൽ അവരെ ഇതിലേ കൂടെ വരുന്നതെന്നും പറയാൻ കഴിയില്ല. നിങ്ങളെ പിടിച്ചോണ്ട് പോയി അതിൻ്റെ ബാക്കിൽ ഓടാനും കഴിയില്ല. അതുകൊണ്ടാണ് കേട്ടോ പുറത്തേക്ക് വിടാത്തത്. അപ്പോൾ ഇതാ ലാസ്റ്റ് അവർക്കുള്ള വെള്ളവും കൂടെ കുടിക്കാൻ കൊടുത്തിട്ട് കൂടും പൂട്ടി ഞാനും പുറത്തേക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.